ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രൂട്ട്സ് ഇല്ലാതെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. ഇപ്പോഴത്തെ ചൂടിനൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയിട്ട് ക്ഷീണമൊക്കെ മാറാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മളിന്നിവിടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ ടാങ്ക് പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടാങ്ക് പൊടി ഉണ്ടെന്ന് വെച്ചാൽ ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല, എടുത്തോളൂ കേട്ടോ. ഇനി ടാങ്ക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ വെച്ചിട്ടായാലും നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മളെ ജ്യൂസിൻ്റെ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ടാങ്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ചേരുവകളാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കേട്ടോ. ബാക്കി നമ്മൾ പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ എടുക്കുന്ന ക്രീം, അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പാലുണ്ടെങ്കിൽ പാലായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല തണവുണ്ടാവണം നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴാണ് പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതിവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനത്തെ നമ്മൾ ജ്യൂസ് നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. നല്ല തണവോട് കൂടി നമ്മളിത് അടിച്ച വഴിക്കനെ കുടിക്കണം കേട്ടോ. കുറേ നേരം ഒന്നും വെക്കാൻ പാടില്ല, അടിച്ച വഴിക്കനെ കുടിക്കാൻ നോക്കാം. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ക്ഷീണവും മാറുണ്ട്. നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. ഐസ്ക്രീമൊക്കെ ചേർത്തോണ്ട് പിന്നെ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഞെട്ടിക്കാൻ പറ്റും കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അവർ ശരിക്കും ഇത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെന്ന് ചോദിക്കും. അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ഐറ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്